രഥം ഉരുട്ടണോ? ഉരുട്ടിക്കോ. പ്രദക്ഷിണം നടത്തണോ? നടത്തിക്കോ. റോഡ് ബ്ലോക്ക് ചെയ്ത് നിസ്കരിക്കണോ? നിസ്കരിച്ചു. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ ചെയ്താൽ പോരെ? ഈ മനോവൈകല്യങ്ങൾ മുഴുവൻ പെറ്റ നാടിന് നമ്മളെ സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ടാണ് നമ്മൾ വിദേശത്തേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മുടെ സംസ്കാരമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ അവിടുത്തെ സായിപ്പിനെയും അവിടുത്തെ സിസ്റ്റത്തിനെ എല്ലാം വെറുപ്പിച്ച് ഈ അടിമേടിച്ച് കൂട്ടണം. ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെയൊക്കെ മക്കളായിരിക്കും. അതുപോലെ തന്നെ ഇനിയും കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുമൊക്കെ കുടിയേറി പാർക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ജനവിഭാഗം തന്നെയുണ്ട്. അവർക്കൊക്കെ ആയിരിക്കും ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഈ മതങ്ങളാണ് ഏറ്റവും വലിയ കുഴപ്പക്കാർ. അവരവരുടെ സംസ്കാരമാണെന്നും പറഞ്ഞ് ആർഷഭാരത സംസ്കാരം സായിപ്പിൻ്റെ നാട്ടിൽ ചെന്നിട്ട് കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് കഴിഞ്ഞിട്ട് അവന്മാരിപ്പാണ്ട് അടി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത 31-ാം തീയതി ഓസ്ട്രേലിയയിലൊക്കെ സ്ട്രൈക്കാണെന്നാണ് കേൾക്കുന്നത്. അതായത് ആൻറ്റി ഇമിഗ്രേഷൻ മാർച്ച് നമ്മൾ തന്നെ വരുത്തി വെച്ച വിനയാണ്. മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ചെന്നിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ ബഹളം ഉണ്ടാക്കി ഈ ഇടി മേടിച്ച് കേട്ടോണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്കിതൊരു കോമ്പൗണ്ടിനകത്ത്, നിങ്ങളുടെ ഒരു കോമ്പൗണ്ടിനകത്ത് നിങ്ങളിത് നടത്തും. അല്ലാതെ ഈ നാട്ടിൽ കാണിക്കുന്ന പോലെ റോഡും ബ്ലോക്ക് ചെയ്ത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ഭാവി തലമുറയ്ക്കാണ് അതുകൊണ്ടുള്ള ദോഷം വരുന്നത്. ഓസ്ട്രേലിയയിലുള്ള പള്ളികളിലൊക്കെ വിളിച്ചു പറയുന്നത്, അയ്യോ നമ്മുടെ മക്കളെ ഇവിടുത്തെ സംസ്കാരം പഠിപ്പിക്കല്ലേ, നമ്മുടെ സംസ്കാരം തന്നെ അതിനകത്ത് തന്നെ നിർത്തി നമ്മൾ വളർത്താവുള്ളെന്നും പറഞ്ഞുകൊണ്ട് അച്ഛന്മാരൊക്കെ കിടന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്. എടാ, ഇവനൊക്കെ ഈ സംസ്കാരം ഇഷ്ടമില്ലായിരുന്നു, ഇവനെന്തിനാണ് ഈ ഇങ്ങോട്ട് കയറി വരുന്നത്? ഇവൻ ഈ മക്കളെ പൊക്കി പിടിച്ചോട്ടെ ഇന്ത്യയിൽ തന്നെ അങ്ങോട്ട് ജീവിച്ചാൽ പോരായിരുന്നു. മനസമാധാനമായിട്ട് ജീവിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെയും വന്ന് പ്രശ്നം ഉണ്ടാക്കി. എന്തൊരു അബദ്ധമായി പറയുന്നത്. നിങ്ങൾ വേറൊരു നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ സംസ്കാരമായിട്ട് യോജിക്കാനായിട്ട് പറ്റത്തില്ല, നിങ്ങളുടെ മക്കളെ അനുവദിക്കത്തില്ല. ഏറ്റവും വലിയ മൂടത്തരമാണത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആ സംസ്കാരം ഊട്ടി ഉറപ്പിക്കാനായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകൾ ബ്ലോക്ക് ചെയ്തിട്ട് പ്രദക്ഷിണം നടത്തുക, രഥയാത്ര നടത്തുക, നിസ്കരിക്കുക. എന്തെല്ലാം കഷ്ടം. ഇവിടെ മാനമര്യാദയാക്കി ഒരു പ്രശ്നമില്ലാതെ എല്ലാവരും വൃത്തിയായിട്ട്, ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലെല്ലാം ഈ മതങ്ങളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ. അത്രേ പറയാനുള്ളൂ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി.